പേരറിയാൻ വേണ്ടിട്ടാ. എന്റെ പേരറിഞ്ഞിട്ട് നിനക്കെന്തിനാ? എന്റെ പേരറിഞ്ഞിട്ട് പരിചയപ്പെടാൻ വേണ്ടിട്ടാ ചോദിച്ചത്. ഇയാളുടെ പേരൊന്നും അറിയോ? ഇത് ശരിയാവില്ല. ഷോപ്പ് മാനേജറോട് നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാന്ന് കംപ്ലൈന്റ് ചെയ്യും ഞാൻ. നോ ഡിസ്റ്റർബൻസ്. ഐ ആം വെരി ഡീസന്റ് ഫാമിലി, യു നോ. എന്റെ പേര് പറഞ്ഞോ. തക്കമ്മ. എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ചിന്തിക്കാൻ പാടില്ല. ഇതൊന്നും അല്ല എന്റെ ലക്ഷ്യം. ഞാൻ എങ്ങനെ ആവണമെന്നാണ് വിചാരിക്കുന്നത്, അങ്ങനെ മാത്രമേ ആവാൻ പാടുള്ളൂ. ഡ്രസ് ഇട്ടിട്ട് ഇത്രയും ചൂടത്ത് തമാശക്കാണോ? ഇതിനു വേണ്ടി, പൈസക്ക് വേണ്ടിയാണോ നീ ഈ ഡ്രസ് ഇട്ട് നിന്നത്? അതെ, എന്റെ ആവശ്യങ്ങൾക്ക്. എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഇന്നലെ വരെ ഞാൻ അവള് സന്തോഷിച്ചിരിക്കുന്നത് മാത്രമാണ് കണ്ടത്. പക്ഷെ ഇപ്പോ അവളുടെ മനസ്സ് എത്ര നല്ലതാണെന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത്. ഒരു പെൺകുട്ടി അവളുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ തീർക്കാൻ വേണ്ടി കിട്ടുന്ന ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ജോലി ചെയ്താ വേർക്കും, മേക്കപ്പ് പോവും, ലിപ്സ്റ്റിക് പോവും എന്നൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികളുള്ള ഈ കാലഘട്ടത്തില് ആ ഡ്രസ്സിട്ട് അത്രയും ചൂടുള്ള സമയത്ത് 1000 രൂപയ്ക്ക് വേണ്ടി അവൾ ആ ജോലി ചെയ്തു. ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോ അവളെ മാത്രം അറിഞ്ഞാ പോരാ, അവളുടെ കഷ്ടപ്പാടുകളും കൂടി നമ്മൾ അറിയണം. ആ പെണ്ണിനോട് എന്നും ബഹുമാനവും തോന്നണം, ഒരു കൂട്ടായി കൂടെ ഉണ്ടാവണം. അവളുടെ കഷ്ടപ്പാടുകളെല്ലാം എൻ്റെ കഷ്ടപ്പാടുകളായി കാണണം. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ജീവിതകാലം മുഴുവൻ ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പെണ്ണെ, നിന്നെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിലിപ്പോ എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതൊക്കെ എനിക്ക് ചെയ്യണം. ജീവിതകാലം മുഴുവൻ നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കും. അതെന്നെ കൊണ്ട് പറ്റും. അമ്മ, ഇത് കോഫി കുടിക്ക്. എന്തൊരു തലവേദന ഇത്. എന്താ സെൽവി, എന്താ പെട്ടെന്നൊരു തലവേദന? ആവശ്യമില്ലാതെ ഓരോന്നിരുന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടല്ലേ? പുതുതായിട്ട് ചിന്തിച്ചു കൂട്ടാൻ മാത്രം എന്താ ഉള്ളത്? പെണ്ണ് കാണൽ കഴിഞ്ഞല്ലോ. അവര് നാളെയോ മറ്റന്നാളോ പൂർണിയെ പറ്റിയുള്ള അഭിപ്രായം വിളിച്ചു പറയും. എല്ലാം നന്നായിട്ട് നടക്കണം, ഈ കല്യാണത്തിന് ഒരു മുടക്കവും വരാൻ പാടില്ല എന്ന് മാത്രം എന്റെ പ്രാർത്ഥന. അവര് വിളിച്ചിട്ട് എന്ത് അഭിപ്രായം പറയാന്നറിയാൻ വേണ്ടി കാത്തിരിക്കുവാ ഞാൻ. എന്താ സെൽവി, ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ആരോഗ്യം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ടെൻഷൻ ആകല്ലേ? ഞാൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ ബന്ധം ഇഷ്ടപ്പെടുവോ ഇല്ലയോ, അവരെ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഏട്ടാ. എനിക്കെന്തോ അവരീ ബന്ധത്തിന് സമ്മതിക്കുന്ന തന്നെയാ തോന്നുന്നേ. അവര് സമ്മതിച്ചു കഴിഞ്ഞാ പെട്ടെന്ന് ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ പണമുണ്ടോ? എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ ചെലവാക്കിയില്ലേ? ഒന്നും മിണ്ടാതിരിക്കേ. അതിനെ പറ്റി എന്തിനാ പറയുന്നേ? അമ്മ കേക്കില്ലേ?
ഗീതേ, അമ്മയ്ക്ക് പാല് കൊടുത്തില്ലേ? ആ ഞാൻ കൊടുത്തു അച്ഛാ. മരുന്ന് മുത്തശ്ശിക്ക് കൊടുത്തു. ശരി. ഇത് കേൾക്ക് സെൽവി, നീ വെറുതെ ഓരോന്ന് ആലോചിക്കില്ലേ. ആദ്യം അവർക്ക് സമ്മതാണോന്ന് അറിയട്ടെ, അതിനുശേഷം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അവര് സമ്മതമാണെന്ന് പറഞ്ഞാ നമുക്ക് പിന്നെ ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല ഏട്ടാ. കല്യാണത്തെപ്പറ്റി പിന്നെയും ചിന്തിക്കാം. പക്ഷെ വീട് കാണാൻ വരുമ്പോഴും നിശ്ചയം നടത്താനൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അവര് സ്ത്രീധനായിട്ടൊന്നും ചോദിച്ചില്ലെങ്കിലും നമ്മള് എന്തെങ്കിലുമൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? കല്യാണ ചെലവിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. അതല്ലേ അമ്മ ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഇപ്പോഴേ എന്റെ കല്യാണത്തിനെ പറ്റി ആലോചിച്ച് വെറുതെ സമാധാനം കളയേണ്ട ആവശ്യമില്ല. എന്തിനാ നിങ്ങൾ ഇത്ര ധൃതി കൂട്ടുന്നേ? എന്തൊക്കെയാടി പറയുന്നേ? ഇനി 1 വർഷം കഴിഞ്ഞാ നിന്റെ കല്യാണം ചിലപ്പോ നടക്കാൻ പോലും ബുദ്ധിമുട്ടാവും. ഇപ്പൊ വരുന്ന കല്യാണാലോചനകള് പോലും നടക്കാതെ വരുമ്പോ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വേറെ പലതുമാ പറയുന്നേ. അതൊക്കെ കേൾക്കേണ്ടി വരുമ്പോ എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നോ. ഇപ്പൊ അവര് സമ്മതിച്ചു കഴിഞ്ഞ് പണം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളെ കൊണ്ട് ഇത് നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നേ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, എങ്ങനെയെങ്കിലും നമുക്ക് കല്യാണം നടത്താം. എങ്ങനെ നടത്തുന്നാടി? നമുക്ക് കടം എന്തെങ്കിലും വാങ്ങാമേ. നമ്മളെ വിശ്വസിച്ച് കടം തരാൻ മാത്രം ആരാ ഉള്ളത്? അവരെ കല്യാണത്തിന് ഓക്കെ പറഞ്ഞാ നമുക്കൊരു 3 മാസം 5 മാസം അവരോട് സമയം ചോദിച്ചു നോക്കാം. അതിനുള്ളിൽ ഞാനും എനിക്ക് പറ്റാവുന്ന എന്തെങ്കിലും ജോലിക്ക് പോയി കുറച്ച് പൈസയായിട്ട് നമുക്ക് സമ്പാദിക്കാം. ആ, നീ ഇനി ജോലിക്ക് പോയി സമ്പാദിച്ചോണ്ട് വന്ന് ഇവളുടെ കല്യാണം എപ്പ നടത്താനാ? ഇപ്പൊ എന്തൊക്കെയോ ജോലിക്ക് പോയി കുറച്ച് എന്തൊക്കെയോ സമ്പാദിക്കുന്നുണ്ട്. നിനക്ക് പെർമനന്റ് ആയിട്ടൊരു ജോലി ഉണ്ടോ? എന്തൊരു ജീവിതമായത്. ഇതിനെല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. അയ്യോ, എന്തിനാ ഏട്ടാ ഇപ്പോ ഇങ്ങനെയൊക്കെ മനസ്സ് വിഷമിപ്പിക്കുന്നെ? ഇല്ല സെൽവി, ജീവിതത്തെ പറ്റി നമുക്കൊരു മുൻധാരണ വേണമായിരുന്നു. ഞാൻ ഒരുപാടൊന്നും ആലോചിച്ചില്ല. നല്ല രീതിയിൽ സേവിങ്സ് വേണം, കുടുംബ സ്വത്തെങ്കിലും അത്യാവശ്യം വേണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പിള്ളേരുടെ പഠിത്തത്തിന്റെ കാര്യവും വീട്ടിലെ ഭക്ഷണത്തിന്റെയും മറ്റും ചെലവുകളും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇടയ്ക്ക് വലിയ കാര്യങ്ങൾ വിട്ടു. ഞാൻ ഈ TV മെക്കാനിക്കിന്റെ ജോലി വിട്ടിട്ട് വേറെ എന്തെങ്കിലും നല്ല വരുമാനമുള്ളൊരു ജോലി നോക്കേണ്ടതായിരുന്നു. അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇനി ഈ സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അച്ഛാ, എന്താ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നേ? ധൈര്യമായിട്ട് ഇരിക്ക്. കുറച്ച് കഷ്ടപ്പെട്ടാ നമുക്ക് പണം സമ്പാദിക്കാം. പൂർണിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്താം. നിങ്ങൾ എല്ലാരും ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടാ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? എനിക്ക് കല്യാണം ഒന്നും വേണ്ട. നീ ഒന്നും മിണ്ടാതിരുന്നേ. നീ പണത്തിന്റെ ബുദ്ധിമുട്ടും ഞങ്ങളുടെ ബുദ്ധിമുട്ടും ഒക്കെ ആലോചിച്ച് കല്യാണം വേണ്ടാന്ന് വെച്ച് എത്ര നാള് നിക്കാനാ? എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ന് മാറാനാ? ആദ്യം അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന് നോക്കാം. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ച് എന്തിനാ സമയം കളയുന്നേ? സെൽവി ചേച്ചി, സെൽവി ചേച്ചി. സെൽവി, പുറത്താരോ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്ക്. മാളവികയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അവര് തന്നെയാ? ആണോ? മാളവികെ, നിനക്ക് 100 ആയുസാ. ഇപ്പൊ നിന്നെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു, അപ്പോഴേക്ക് നീ വന്നു. നീ ഇരിക്കെ. ചേച്ചി, എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ മതി. എന്നെ അപമാനിക്കുന്ന പണിയല്ലേ നിങ്ങളൊക്കെ ചെയ്ത്. എന്താ ഇങ്ങനെയൊക്കെ? വന്നുടനെ എന്താ ഇങ്ങനെ ദേഷ്യത്തില്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്താ മോളെ ഉണ്ടായേ? ചേച്ചി, നിങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു ആലോചന ഞാൻ കൊണ്ടുവന്നതാ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു കല്യാണാലോചന കൊണ്ടുവരുമ്പോ കൊണ്ടുവരുന്ന ആൾക്കാർ നല്ലതാണോ ഇല്ലയെന്ന് മാത്രമേ നോക്കാറുള്ളൂ. സ്ത്രീധനോ കൊടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ വീട്ടുകാർ തമ്മിലല്ലേ സംസാരിക്കുക. പക്ഷേ നിങ്ങളോടൊക്കെ ഇത്തിരി സ്നേഹം ഉള്ളതുകൊണ്ടാ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാന്ന് വിചാരിച്ച് ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ആലോചന നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. സ്ത്രീധനം ചോദിക്കാത്തവരെ തന്നെയല്ലേ ഞാൻ കൊണ്ടുവന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയോ? എന്താ സംഭവിച്ചേ?
ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ മോളെ? നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങളുടെ മൂത്ത മോളില്ലേ, അവൾ എന്താ ചെയ്തെന്ന് അറിയോ? എന്തേത് മാളവിക, അവളെന്താ ചെയ്തേ? എന്നോടാണ് ചോദിക്കുന്നേ? ദാ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, നേരിട്ട് തന്നെ ചോദിക്ക്. എന്താ മോളെ, നീ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല അച്ഛാ. അതെന്താ, എന്താ ചെയ്തെന്ന് നിനക്ക് അറിയില്ലേ പൂർണി? ഇതുവരെ ഞാൻ മര്യാദയോട് കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ടിപ്പോ ഇതുപോലത്തെ ആലോചനയാണോ കൊണ്ടുവന്നേന്ന് പറഞ്ഞ് അവരെന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞെന്ന് അറിയോ നിനക്ക്? മാളവികെ, എന്താ പറ്റിയെന്ന് പറയൂ. നിനക്ക് വഴക്ക് കേൾക്കാൻ മാത്രം എന്താ ഉണ്ടായേ? അവരെ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ? ഇവര് രണ്ടുപേരും തമ്മില് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി പോയിരുന്നില്ലേ? രണ്ടുപേരും തനിയെ സംസാരിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം നടക്കുന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഇവള് തനിയെ അവനോട് പോയി സംസാരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞെന്ന് അറിയോ നിങ്ങക്ക്? അവൾ എന്താ പറഞ്ഞത്? ആ പയ്യനോട് ഇവളെ നിങ്ങൾക്ക് ചേർന്ന പെണ്ണ് ഞാനല്ല, എന്നെക്കാളും എന്റെ അനിയത്തി ഗീതയാണ് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്നവള്. നിങ്ങള് ഗീതയെ കല്യാണം കഴിക്കുവാണെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അവളെ കല്യാണം കഴിച്ചോ, അവളാ നിങ്ങൾക്ക് ചേർന്ന പെണ്ണെന്നൊക്കെ പറഞ്ഞു അവനോട്. എന്താ മാളവികെ, എന്റെ മോൾ എന്തിനാ അവനോട് അങ്ങനെ പറയുന്നേ? എന്താ ഇതൊക്കെ? അവനോട് എന്തിനാ അങ്ങനെ പറഞ്ഞേന്ന് നിങ്ങളുടെ പേരക്കുട്ടിയോട് ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാ പോരെ? നിനക്കത് എല്ലാവരോടും നേരത്തെ പറയായിരുന്നില്ലേ? അതൊന്നും ചെയ്യാതെ നിന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനോട് അനിയത്തി കെട്ടിക്കൊള്ളാനാണോ പറയണ്ടേ? എന്താ ഇത്? ഇതൊക്കെ സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യാണോ അല്ലയോന്ന് നിങ്ങൾ തന്നെ ഇവളോട് ചോദിക്ക്. ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. എന്താ ഇത് മോളെ? മാളവിക പറഞ്ഞതെല്ലാം സത്യമാണോ? അത് അച്ഛാ. ചോദിച്ചതിന് ഉത്തരം പറ. സത്യമാണോ അല്ലയോ? സത്യം അച്ഛാ. എടി ദ്രോഹി, അപ്പൊ ഇത്രയും നാളും നിനക്ക് വന്ന ആലോചനകളൊക്കെ നിന്നെ വേണ്ട, ഗീതേനെ മതിയെന്ന് പറഞ്ഞതിന്റെ കാരണം നീയായിരുന്നല്ലേ? വന്ന ഓരോ പയ്യന്മാരുടെ അടുത്തും നീ തന്നെയായിരുന്നു അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതല്ലേ? നിനക്കെന്താ തലയ്ക്ക് വട്ടായോ മോളെ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പൂർണി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? പറയേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ പറയില്ല. ഓരോരോ കുടുംബങ്ങളില് 100 കള്ളം പറഞ്ഞിട്ടാ അവരെങ്ങനെയെങ്കിലും ഒക്കെ ആ കല്യാണം നടത്തിയെടുക്കുന്നെ. പക്ഷെ നീയുണ്ടല്ലോ, നിന്റെ ജീവിതം നീ തന്നെ ഇല്ലാതാക്കി. ഇതിനൊക്കെ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. അമ്മേ, ഭക്ഷണം എടുത്തിട്ടുണ്ട്. എല്ലാരും കഴിക്കാൻ വാ. തിരുപ്പതി, വായോ, ഭക്ഷണം കഴിക്കാം. എന്താ, നിന്റെ അമ്മായിയച്ഛൻ വന്നില്ലേ? അച്ഛനോ? അച്ഛന് നേരത്തെ വിശന്നുകൊണ്ട് പാചകം ചെയ്ത സമയത്ത് തന്നെ അച്ഛൻ അടുക്കളയിലിരുന്ന് കഴിച്ചു. അങ്ങനെയാണോ? ഇന്നെന്താ കഴിക്കാനുള്ളത്? ഉപ്പുമാ. ഈ ഉപ്പുമാവ് തിന്നെന്റെ ജീവിതം അവസാനിക്കുന്ന തോന്നുന്നേ. ആഴ്ചയിൽ 5 ദിവസം ഉപ്പുമാവ് തിന്ന് തന്നെ തീർക്കണം. ഒരു പൂരിയോ ഇഡ്ഡലിയോ ദോശയോ അപ്പോ പൊറോട്ട ഇതൊക്കെ കഴിച്ച കാലം മറന്നുപോയി. ആ ഇട്. നീ എങ്ങനെയാ ചോദിക്കുന്നേന്നറിയോ? ഭാര്യ വീട്ടിൽ പോയിട്ട് ഭർത്താക്കന്മാര് തിന്നുന്നത് കണ്ടിട്ടുണ്ടോ?
അതുപോലെ തന്നെയാ. അതിന് നിനക്ക് അമ്മായിമില്ലല്ലോ. നീ ഇവളെ ഇങ്ങോട്ട് വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ലേ. ഈ ഉപ്പുമാവ് തന്നെ നിനക്ക് ധാരാളാ. തിന്നട വേഗം. അവന്റെ വർത്താനം. ഇതിങ്ങോട്ട് വെച്ചേ. എടി വിസിലെങ്ങാനും അടിച്ചാലുണ്ടല്ലോ നിന്നെ കൊല്ലും ഞാൻ. കഴിക്കാ നേരത്തെങ്കിലും ഇത്തിരി സമാധാനം തന്നൂടെ? ഒരു വിധത്തിലാ ഇതൊക്കെ തിന്നുന്നേ. അതിന്റെ ഇടയിൽ വിസിലടിക്കല്ലേ. കുറച്ച് സമാധാനം താ. ആ ദേ വന്നുണ്ട്, അവന് വിളമ്പിക്കൊടു. നല്ല വിശപ്പുണ്ട്, വിളമ്പിക്ക് കിടത്തി. ബാലാജി എവിടെയാടാ? അവന് വിശക്കുന്നില്ലെന്നാ പറഞ്ഞാമേ. പിന്നെ കഴിച്ചോളാം. ബാലാജി ഇല്ലേ, ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. വെറും വയറ്റോടെ കിടന്നുറങ്ങിയ. അവനിതെന്തു പറ്റി? ഇതുവരെ അവന്റെ തലവേദന കുറഞ്ഞില്ലേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. എടാ ബാലാജി, ബാലാജി ഇങ്ങോട്ട് വന്നേ, അമ്മ വിളിക്കുന്നു. എന്താടാ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ നോക്കിയേ. എനിക്കിപ്പോ വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. നിനക്കെന്താ വിശപ്പില്ലാത്തത്? വിശക്കുന്നില്ലമ്മേ. വിശപ്പില്ലാത്തത് എന്താന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? അല്ല എന്താടാ നിനക്കിത്ര ദേഷ്യം? അതൊന്നുമില്ലമ്മേ, അവന്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. എടാ പോയിരുന്ന് കഴിക്കാൻ നോക്ക്, ചെല്ല്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ. പോയിരിക്കണം, ചെല്ല്. എത്ര തവണ പറയണോ? പറയണ കേക്ക് അവിടെ പോയിരുന്നേ. അല്ലാതെ ഉപ്പായിട്ട് കൊടുക്ക്. എനിക്ക് മതി. എന്താ കനകം, എന്തോ ആലോചനയിലാണല്ലോ? ഒന്നുമില്ലമ്മേ. ഇളയവന് തലവേദനയാണെന്നാ പറയുന്നത്. എന്നവന്റെ മുഖത്ത് നോക്കിയാല് തലവേദനയാണെന്ന് തോന്നുന്നില്ല. മനസ്സിലെ വേദനയാന്ന് എനിക്ക് തോന്നുന്നത്. എന്താ അവന് സംഭവിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടാവുന്നതാ. എന്താ അമ്മേ? അതായത് ഏതെങ്കിലും പ്രണയത്തിൽ പെട്ടിട്ടുണ്ടാവും. അമ്മ എന്താ പറഞ്ഞ്? അതേടി, അന്നവിടെ പോയപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയോ? എടി കള്ളി, ഇനി നിനക്ക് എന്റെ അടുത്ത് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി പറ, എന്താ നിന്റെ പേര്? എന്റെ പേര് ശ്യാമള. എനിക്ക് അവിടെ വെച്ച് അപ്പോഴേ ഡൗട്ട് തോന്നിയതാ. അവനപ്പ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് തടി തപ്പി കളഞ്ഞു. പക്ഷെ അവൻ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അവിടെ വന്നിട്ട് പ്രേമത്തിലായതാണോ അല്ലെങ്കിൽ നേരത്തെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ അതൊന്നും എനിക്ക് അറിയില്ല. രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മുഖം ഇങ്ങനെ കയറ്റി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. വേണ്ടാത്തോരോന്ന് ചെയ്തിട്ട് ഇപ്പൊ ഒന്നും മിണ്ടാതെ നിക്കുക നീ. ഇങ്ങനെ മൂങ്ങയെ പോലെ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? പറയടി, വാ തുറന്ന് പറഞ്ഞ തൊലയ്ക്ക്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന്? എന്താ മോളെ ഇത്? നിന്റെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എന്ത് സ്വപ്നങ്ങളായിരുന്നു എന്നറിയോ? എന്തൊക്കെ മോഹങ്ങളായിരുന്നു. എത്ര ആലോചനകൾ കൊണ്ടുവന്നതാ മോളെ. നീയായിട്ട് തന്നെ എല്ലാത്തിനും തട്ടിത്തെറിപ്പിച്ചല്ലോ മോളെ. എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ എന്ത് ഭ്രാന്താ എന്റെ മോളെ. പൂർണി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് വരുന്ന ഈ ആലോചനയൊക്കെ നീ എന്തിനാ ഇങ്ങനെ മുടക്കുന്നേ? നിന്റെ മനസ്സിൽ എന്താ ഉള്ളേ? എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പൂർണി. നിനക്ക് ആ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാന്ന് അച്ഛനും അമ്മയോടും പറഞ്ഞാ അവരെന്തെങ്കിലും പറയുന്നോ? അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാന്ന് അയാളോട് പറയാലോ. പക്ഷെ എന്തിനാ വരുന്ന ഓരോ ചെറുക്കന്മാരോടും എന്നെ കല്യാണം കഴിക്കാൻ നീ നിർബന്ധിക്കുന്നേ? നീ മര്യാദയ്ക്ക് സംസാരിക്കുന്നോ അതോ എന്റെ മേടിക്കണോ? ശെൽവി ചുമ്മാ ഇരിക്ക. അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അതാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ പൊന്നു മോളെ, എന്താന്ന് പറ.
എന്തിനാ മോളെ ഇത് ചെയ്തത്? നീ അച്ഛന്റെ മുഖത്ത് നോക്കിയോ? എന്ത് സങ്കടം അവന്. നിങ്ങള് ജനിച്ചപ്പോ മുതല് അച്ഛൻ നിങ്ങളുടെ മേല് കൈവെക്കുന്നതോ അടിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തങ്കപ്പെട്ട മനുഷ്യൻ ഇതുവരെ ഒരു തെറ്റ് കണ്ടിട്ടും അവൻ നിങ്ങളെ ഒരു അടി പോലും അടിച്ചിട്ടില്ല. ഇന്നിപ്പോ അവൻ നിന്നെ കൈ ഓങ്ങി അടിക്കണമെങ്കില് അവന് എത്രമാത്രം സങ്കടം ഉണ്ടായിട്ട് വേണമെന്ന് ഓർക്കും മോളെ. എന്റെ മോള് പറ, എന്തിനാ നീ ഇത് ചെയ്തേ? ഏയ്, ഞങ്ങൾ എല്ലാരും മാറി മാറി ചോദിച്ചിട്ട് നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്താ? പൂർണി, പ്ലീസ് പൂർണി, ദയവ് ചെയ്ത് നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് പറയ്. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സത്യമായിട്ട് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്ലീസ് പൂർണി, ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ? പൂർണി, എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എന്തിനാണ് നീ ഞങ്ങളിങ്ങനെ മനപ്രയാസപ്പെടുത്തുന്നേ? എങ്ങനെയെങ്കിലും നിന്റെ കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വന്ന 10-12 ബന്ധങ്ങളും നീ തന്നെ ഓരോ രീതിയിലും മുടക്കിയിട്ട് എന്താണ് ഇങ്ങനെ കല്ല് പോലെ നിൽക്കുന്നേ? പറയേ.